ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് വന്ന സ്റ്റുഡിയോയിൽ പോയി നമുക്ക് ഒരു സ്റ്റുഡിയോ ഭാരത ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഇഷ്ടം പോലെ കോസ്മെറ്റിക്സ്. ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ അവിടെ അത്ര ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓടിപ്പോയി അതെല്ലാം നോക്കി. കുറേ ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുറേ ചപ്പൽസ്. ആ ഫ്ലോറിൽ ഡ്രസ്സിനെക്കാട്ടിലും കൂടുതൽ ചപ്പൽസും കോസ്മെറ്റിക്സും ആയിരുന്നു. ആകെപ്പാടെ കുറേ ചെരുപ്പുകളുണ്ട്. നോക്കിയപ്പോഴും വലിയ കളക്ഷനൊന്നും ഇല്ല കേട്ടോ. പിന്നെ അവൾ ജീൻസ് ട്രൈ ചെയ്യാനായിട്ട് എടുത്തു, പക്ഷെ അവളുടെ സൈസ് ഇല്ലായിരുന്നു. അവളിങ്ങനെ എടുത്ത് വെച്ചൊക്കെ നോക്കി, കണ്ടിട്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ലതായിട്ട് ഫീൽ ചെയ്തു. അപ്പോഴാണ് ഞാൻ അവിടെ ടിൻറ്റിരിക്കുന്നത് കാണുന്നത്. ഞാനപ്പം ഈ സ്റ്റുഡിയോയുടെ ടിൻറ്റിരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പം ഞാൻ ഓടിപ്പോയി നോക്കി. അപ്പം 4 ഷെയ്ഡ് ടിൻറ്റിരിപ്പുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കയ്യിൽ ട്രൈ ചെയ്ത് നോക്കി. കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നല്ല ഗ്ലോസി ആയിട്ടുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ക്ലിപ്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം വേർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം 79 റുപ്പീസിന് നല്ല ക്വാളിറ്റിയിലാണ് അവർ ക്ലിപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ലിപ് ബാം, ലിപ്സ്റ്റിക്ക് 3 ഐറ്റവും കൂടെ 199. ഇത് 3 ഷെയ്ഡോ ലിപ്സ്റ്റിക്ക്. മോളിലുണ്ടെന്നാ പറയാം. മോളിൽ പോയി നോക്കാം. അപ്പം ഞങ്ങൾ മോളിൽ പോകുന്നതിന് മുമ്പ് അവൾ കുറച്ച് ലിപ്സ്റ്റിക്ക് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാണ്. കൈ മുഴുവൻ കാണുന്നത്. വരച്ച് ലാസ്റ്റ് കൈ ഫുള്ളായി. പിന്നെ ഭാഗ്യത്തിന് അവിടെ ക്ലീൻ ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അവൾ അതെല്ലാം വൈപ്പ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ലിഫ്റ്റിൽ കയറി മോളിൽ പോയി. അപ്പം മുകളിലത്തെ ഫ്ലോറിലുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കിഡ്സ് വെയർ ഒക്കെ എവിടെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി നോക്കി. പക്ഷേ നോർമലി നമുക്ക് ചെല്ലുമ്പോൾ തന്നെ ചില ഡ്രസ്സൊക്കെ കാണുമ്പോൾ കണ്ണിൽ നമുക്ക് ഇഷ്ടപ്പെടില്ലേ, അങ്ങനത്തെ ഒരു ഫീലൊന്നും ഇല്ലായിരുന്നു. മേ ബി ചിലപ്പോൾ സ്റ്റോക്ക് തീർന്നതോ അങ്ങനെ എന്തെങ്കിലും സംതിങ് ആയിരിക്കാം എന്ന് തോന്നുന്നു. എനിക്ക് അവിടെ നോക്കിയിട്ട് പെട്ടെന്നൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല. എന്താണെന്നൊന്നും അറിയില്ല. സ്റ്റോക്കിനി വരണമായിരിക്കും, നോക്കാം. ബേസിക്കലി ഞങ്ങളിവിടെ നോക്കിയിട്ട് ഒരു ഐറ്റവും കാണുന്നില്ല. സത്യം പറയാമല്ലോ, ഞങ്ങൾ വന്ന സമയത്തിൻ്റെ ആണോന്ന് അറിയത്തില്ല, ഒരു സാധനവും കാണുന്നില്ല. അല്ലേ ലക്ഷ്മി? പറയാം, പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ. പിന്നെ എല്ലായിടത്തും കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. നോർമലി ചെന്ന് കുറേ മോഡൽ കാണുമല്ലോ. ഇവിടെ ഞാൻ നോക്കിയിട്ട് ഒരു മോഡലും അങ്ങനെ കാണുന്നില്ല. മേ ബി ഇനിയിപ്പോൾ ഈ മന്ത് എൻ്റെ ആകാറായതുകൊണ്ടാണോ എന്നറിയത്തില്ല. എനിവേ ഒന്നുമില്ല. അങ്ങനെ അതും സംഭവിച്ചു. ഞങ്ങൾ സ്റ്റുഡിയോയിൽ ഇരുന്നപ്പോൾ കറണ്ടും പോയി. ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. ബേസിക്കലി ഞെട്ടിപ്പോയി. കാരണം അങ്ങനെ ഡ്രസ്സിംഗ് റൂമിലൊന്നും ഇങ്ങനെ കറണ്ട് പോയ ചരിത്രം എനിക്ക് അങ്ങനെ അറിയില്ല. ഇതെന്ത് തരുണമായ അവസ്ഥ എന്നറിയോ നിങ്ങൾക്ക്? പകുതി തുണിയിട്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി ഇടാൻ പറ്റാത്ത അവസ്ഥ. വളരെ അത് ഭയങ്കര പരിതാപകരമാണ്. ഇപ്പോൾ ഇവരുടെ കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഒറ്റയ്ക്കായിരുന്നെങ്കിലും നാലോ സത്യത്തിൽ ഇരുട്ടാണ് ഗൈസ്. ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഡ്രസ്സിങ് റൂമിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ മേടിച്ച സാധനം എല്ലാം പേ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഷോപ്പിൽ തിരിച്ചു പോകാൻ പോവാണ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ ബൈ. ഓക്കെ ബൈ ഗൈസ്.